ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആ ഭൂതത്തിന്റെ കഥയെക്കുറിച്ച് ഗോവർദ്ധനോട് സംസാരിക്കുകയാണ്. അലീന പോയി കഴിഞ്ഞാൽ ആ ഭൂതം കുപ്പിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം വൈജ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈജയെ കാലി പിടിച്ച് എടുത്ത് മുകളിലേക്ക് എറിയും. പിന്നീട് പിടി കിട്ടാത്ത വിധം വൈജ താഴേക്ക് വീഴും. ചതഞ്ഞ് പരിക്കുകൾ ഉണ്ടാകും. പിന്നീട് ആ പരിക്കിൽ നിന്നും വൈജയ്ക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ല. ഭൂതം അതിന് സമ്മതിക്കൂല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനാണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇതെന്താ ബാലേട്ടൻ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പിന്നീട് മനസ്സിലാകും ഗോവർദ്ധ. അലീന പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാലേട്ടാ, അതെങ്ങനെ സാധ്യമാകും? അലീനയാണല്ലോ അവിടുത്തെ പ്രശ്നമൊന്നും പറഞ്ഞത്. അപ്പോൾ അലീന കാരണമാണല്ലോ ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു വരാത്തത്. അലീന പോയി കഴിഞ്ഞാൽ ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആകുമല്ലോ? ഒരിക്കലുമില്ല ഗോവർദ്ധ. ആ ഭൂതം പുറത്തിരിക്കുമ്പോൾ എങ്ങനെ വൈജയുടെ ജീവിതം പഴയതുപോലെ ആകും? പഴയതിനേക്കാളും വളരെയേറെ മോശമായിരിക്കും ഇനി വൈജയുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ബാലേട്ട, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ബാലേട്ടൻ്റെ മനസ്സിൽ എന്താണെന്നും ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ട. ബാലേട്ടൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ബാലനെ വിളിക്കുകയാണ്. ബാലനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ അലീന, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അച്ഛാ, ഞങ്ങളെ പുറപ്പെടുകയാണ് അച്ഛാ. ദേ സൂക്ഷിച്ചും കണ്ടും പോകണം കേട്ടോ. ഇനിയും കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതൊക്കെ ഞാൻ ഏറ്റു അച്ഛാ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്ത് കാര്യം? അതെ, ഇവിടെ ഗോവർദ്ധനങ്ങളുടെ കാറ് കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ കാറിൽ പൊയ്ക്കോട്ടെ. കാറിൽ പോകാനോ? അതൊന്നും ശരിയാവില്ല അച്ഛാ. എന്തിനാച്ചാ? ഈ ബസ്സിലൊക്കെ പോകുന്ന റിസ്ക് അല്ലേ. അതുകൊണ്ട് കാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമല്ലോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ എവിടെയെങ്കിലും നിർത്തിയ ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ അച്ഛാ. അതുകൊണ്ട് അച്ഛൻ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നത്? ആരാ ഓടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ രോഹിത് ഓടിക്കൂലേ. രോഹിത്തിന് ഓടിക്കാനൊക്കെ അറിയാലോ, അവൻ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അച്ഛാ. അതിന് അവന് നന്നായിട്ട് ഓടിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ ഏറ്റുവെച്ചാ, ഞാനല്ലേ കൂടെയുള്ളത്. അപ്പം അതുകൊണ്ട് അവനെ കൊണ്ട് ഞാൻ സൂക്ഷിച്ചു ഓടിപ്പിച്ചോളാം അച്ഛാ എന്ന് പറയാം. ദേ അലീനയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളണം. അത് അച്ഛൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഉത്തരവാദിത്തോടെ എല്ലാം ചെയ്തോളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതെ, ഈ ഗോവർദ്ധൻ്റെ വണ്ടി കിടക്കുന്നത് നമ്മുടെ ജ്വല്ലറിയുടെ മുന്നിലാണ്. അത് സാരമില്ല അച്ഛാ, ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് പൊയ്ക്കോളാം. എന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഏതായാലും ഒരു ഡ്രൈവറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. എന്നിട്ട് ആ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരും. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ പോണേ. ശരി അച്ഛാ, ഒരു കുഴപ്പവും സംഭവിക്കില്ല. താങ്ക്സ് കേട്ടോ അച്ഛാ. അല്ല, അച്ഛൻ എവിടെ എത്തി? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിടത്തും എത്തിയിട്ടൊന്നുമില്ല. പോയ സ്ഥലത്തേക്ക് എത്തട്ടെ, അതിന് ശേഷം പറയാം. ശരി അച്ഛാ, എന്ന ഫോൺ വെച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ അങ്ങോട്ട് വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധൻ പറയാണ്, പേടിക്കാനൊന്നുമില്ല, രോഹിത് നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കും. ഞാൻ അവൻ്റെ ഡ്രൈവിങ് കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കുമെന്ന് ബാലേന്ദ്രനോട് പറയാണ്. അപ്പോൾ ബാലേന്ദ്രന് ഭയങ്കര അവൻ വണ്ടി നന്നായിട്ട് ഓടിക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അലീനയെ കൂട്ടിനുണ്ടല്ലോ, അത് തന്നെ വളരെയേറെ ആശ്വാസമായിട്ടിരിക്കുകയാണെന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗോവർദ്ധനോട് ഇങ്ങനെ ബാലൻ പറയണം, നമുക്കിനി ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇങ്ങനെ ചായ കുടിച്ചിട്ട് പോകുന്ന കഴിഞ്ഞാൽ ശരി ബാലേട്ടാ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചായ കുടിക്കാനായിട്ട് ഇറങ്ങാം. ചായ എല്ലാം കുടിച്ച് ഗോവർദ്ധ, ഇനി ഏതായാലും നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിന് ഞാൻ വണ്ടി ഓടിക്കാം എന്നിങ്ങനെ പറയാണ് ബാലൻ. അയ്യോ, അത് വേണോ ബാലേട്ടാ? അതിനെന്താണോ കുഴപ്പം? ഞാൻ വണ്ടി ഓടിച്ചോളാന്നേ. ഇത്ര നേരം ഗോവർദ്ധൻ വണ്ടി ഓടിച്ചില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് ഓടിച്ചോളാം. അല്ല ബാലേട്ടനെ പറ്റുമോ? എന്നെ അങ്ങനെ അസുഖക്കാരനാക്കല്ലേടാ. എനിക്കൊരു കുഴപ്പമില്ല, വണ്ടിയിലോട്ട് കയറിക്കണ്ടേ? എങ്കിൽ പിന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ് ബാലൻ. വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി താൻ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ, ഞാൻ വണ്ടി ഓടിച്ചോളാം. അത് ശരിയാവില്ല ബാലേട്ടാ, ഞാൻ ഉറങ്ങുന്നില്ല. അതെന്താടെ തന്നെ ഉറങ്ങിയാൽ? അല്ല, ബാലേട്ടന് സുഖമില്ലാത്തല്ലേ, അപ്പം അതുകൊണ്ട്. എനിക്ക് അസുഖമായത് കൊണ്ടല്ല തന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്.
എടോ ഒരു സഹായത്തിന് വേണ്ടിയാണ്. അതായത് എല്ലാത്തിനും കൂട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് തന്നെ ഞാൻ വിളിച്ചത്. അല്ലാതെ എനിക്ക് അസുഖമായിട്ടുള്ളത് കൊണ്ടൊന്നല്ല. അസുഖമാണെങ്കിലും എനിക്കൊറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും ഒരു പേടിയില്ലടോ എന്നിങ്ങനെ പറയുകയാണ്. താനേ കിടന്നുറങ്ങിക്കും. എന്നാലും കുഴപ്പമില്ല ബാലേട്ടാ, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എങ്കിൽ ശരി, നമുക്ക് വർത്താനം പറഞ്ഞിട്ട് പോകാം എന്ന് ബാലൻ പറയാം. പിന്നീട് നമ്മുടെ അലീനയെയും ബാക്കിയുള്ളവരെല്ലാവരും കാണിക്കുക. അപ്പോൾ അവരൊരു ബേക്കറി കയറിയിരിക്കുകയാണ്. ബേക്കറിയിൽ നിന്ന് കുറേ സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം എടുത്തോന്നും ഇതിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനയോട് പറയാണ്, ചേച്ചിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട രോഹിത്തെ, ഞാനൊരു കോൾ ചെയ്യട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പോൾ കോൾ ചെയ്ത് നമ്മുടെ രേവതിക്കുട്ടിയാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ രേവതിക്കുട്ടി, വേണ്ട എന്നോട് മിണ്ടണ്ട, ഞാനേ പിണക്കത്തിലാണോ? അയ്യോടാ, എന്താണ് പിണക്കത്തിലുള്ള കാരണം? അതെ, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. അയ്യോടാ, സൗണ്ടിൽ വലിയ വ്യത്യാസമാണല്ലോ. എന്തെങ്കിലും അസുഖമുണ്ട് എൻ്റെ കൊച്ചിന്? അസുഖം ഉണ്ടെങ്കിലേ എന്നോട് വിളിച്ച് ചോദിക്കണമായിരുന്നു. അതല്ലേ ഞാനിപ്പോൾ ചോദിച്ചത്. എന്താ മോൾക്ക് പറ്റിയത്? എന്താണ് മോളുടെ അസുഖം? എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നേരത്തെ വിളിച്ച് ചോദിക്കണമായിരുന്നു, അല്ലാതെ ഗ്രേസ് അമ്മാൻ്റിയോടല്ല വിളിച്ച് ചോദിക്കേണ്ടു. അശ്വടാ, അപ്പം അതാണ് കാരണം അല്ലേ? ഞാൻ ഗ്രേസ് അമ്മാൻ്റിയോട് വിളിച്ച് ചോദിച്ചതിൻ്റെ കാരണം. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം എന്നോട് ചോദിച്ചോ? എന്നോടായിരുന്നു ചോദിക്കേണ്ടത്. അതെങ്ങനെയാടി എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഗ്രേസ് അമ്മാൻ്റിയോടും അങ്കിളോടൊക്കെ ചോദിച്ചല്ലേ. അപ്പം പിന്നെ നിന്നോട് പറയുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കണം. അവരോടല്ല ചോദിക്കേണ്ടത്, എന്നോടായിരുന്നു ചോദിക്കേണ്ടത്. നിങ്ങളിങ്ങോട്ട് വാ, നിങ്ങളോടെ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടില്ല. നിങ്ങളോട് പിണക്കമാണ്. അശോ, പിണങ്ങല്ലേ? അവിടെ വരുമ്പോഴേ പിണക്കമെല്ലാം മാറും. ഇപ്പം ഞാൻ ഏതായാലും വിളിച്ചില്ലേ, ഇപ്പോഴല്ലേ വിളിച്ചത്. നേരത്തെ എൻ്റെ കാര്യം കുറിച്ച് ആലോചിച്ചില്ലല്ലോ. അയ്യോ, എൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കാനല്ലേ എനിക്ക് സമയമുള്ളൂ. ഇങ്ങനെ പിണങ്ങല്ലേന്ന്? ഇല്ല, ഞാൻ പിണക്കോ? നിങ്ങൾ സ്വീകരിക്കാൻ പോലും ഞാൻ വരില്ല. കണ്ടോ, ഉറപ്പായിട്ടും വരില്ല എന്ന് പറയാ. മോളെ, വണ്ടി എടുക്കാനുള്ള സമയമായി, ഏതായാലും ഞങ്ങൾ ഫോൺ വെക്കുവാണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക. അപ്പോൾ കൃഷ്ണമ്മ ചോദിക്കുകയാണ്, എന്താ രേവതിക്കുട്ടി പിണക്കത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഗ്രേസ് അമ്മാൻ്റിയോടും മാമച്ചൻ അങ്കിളോടും മാത്രമല്ല നമ്മൾ വരുന്ന കാര്യം പറഞ്ഞുള്ളൂ, അതിൻ്റെതായ പിണക്കമുണ്ട്. അല്ല, അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെ തന്നെയാ പറയേണ്ടത്. പക്ഷേ അവളാണ് അവിടുത്തെ എല്ലാ അധികാരത്തിൻ്റെയും ഉടമ. അതിൻ്റെതായൊരു രീതിയാണ് അവൾ കാണിക്കുന്നത്. അതൊക്കെ അവിടെ ചിലപ്പോൾ നമുക്ക് മാറ്റാന്നേ. ഏതായാലും നിങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചില്ലേ? ഇന്ന് നമുക്ക് പുറപ്പെട്ടാലോ? നമുക്ക് പുറപ്പെടാം എന്ന് പറയാ. അങ്ങനെ ഇവരെല്ലാവരും കൂടി വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത്താണെങ്കിലും ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് എന്ന് ചോദിക്കുകയാണ്. അതങ്ങനെയാ, സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകും. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, ഞാനിനി വണ്ടി ഓടിക്കട? അയ്യോ വേണ്ടായേ, അവിടെ അങ്ങോട്ട് അടങ്ങി കൂടി അങ്ങോട്ട് ഇരുന്നാൽ മതി, വണ്ടിയൊന്നും ഓടിക്കേണ്ട കാര്യമില്ല, എനിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനും അതേപോലെ തന്നെ ഈ ഗോവർദ്ധനം. അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കുകയാണ്, അതെന്താ ഗോവർദ്ധ, നമ്മളെ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇതുവരെയും ചോദിച്ചില്ലല്ലോ. ഞാൻ എന്തിനാണ് ബാലേട്ട ചോദിക്കുന്നത്? ബാലേട്ടൻ ഒരുപാട് ദൂരെയാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ പോയാലും അവിടെ എത്തുമ്പോൾ അറിയുമല്ലോ. എവിടെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ബാലേട്ടൻ എന്നോട് പറഞ്ഞാനായിരുന്നു. ഇത് എന്തോ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ബാലേട്ടൻ എന്നോട് പറയാത്തത്. അപ്പം തനിക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണല്ലേ? അതെന്താ ബാലേട്ടാ, എനിക്ക് ബാലേട്ടനെ പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഒരു തടസ്സവും ഇതുവരെ സംഭവിച്ചിട്ടില്ല ബാലേട്ട എന്ന് പറയാണ്. എടോ, നമ്മൾ പോകുന്നതേ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗംഗയില്ലേ, ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. ഊട്ടിയിലേക്കോ? ഊട്ടിയിലേക്ക് തന്നെ. അതെന്തിനാണ് ഇപ്പൊ ഗംഗേട്ടനെ കണ്ടിട്ട് കാര്യം? ഈ ഭൂതത്തിന്റെ പിടിയിലെ എല്ലാവരും ഉണ്ട്, അത് ഗംഗേട്ടൻ ഉൾപ്പെടെ. അപ്പൊ ഈ ഭൂതം പുറത്തു വന്നിരിക്കുകയാണെന്ന് ഇവരെ കൊന്ന് തിരിച്ചറിയിക്കണ്ടേ? അപ്പൊ ഇവരുടെ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ഇവരെ മനസ്സിലാക്കി കൊടുക്കണ്ടേ? പക്ഷെ എൻ്റെ പൊന്നു ബാലേട്ടൻ ഇത്ര നേരം പറഞ്ഞതൊന്നും എനിക്കങ്ങോട്ടൊന്നും മനസ്സിലായില്ല. അതെല്ലാം മനസ്സിലാകും ഗോവർദ്ധ, ഇനി മനസ്സിലാകാൻ അധികം താമസമില്ലല്ലോ. മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി അധികം താമസിയാതെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എല്ലാത്തിനും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണം എനിക്ക്, എന്നാലേ എനിക്ക് മനസമാധാനം ഉണ്ടാവുള്ളൂ എന്ന് ഈ ബാലൻ
ഗോവർദ്ധനോട് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഗോവർദ്ധന് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ വന്നുദിക്കുകയാണ്. എന്തിനാ ഈ ചേച്ചിയോട് ഇങ്ങനെ ഇനി പ്രശ്നത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ചേച്ചി അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം പഴയതുപോലെയാകും. പിന്നെ അലീനയ്ക്ക് നമ്മളൊരു സേഫായ സ്ഥലം കണ്ടെത്തി കൊടുക്കും, അത്രയല്ലേ പ്രശ്നമുള്ളൂ. അത്രയൊന്നല്ല പ്രശ്നം, പറഞ്ഞല്ലോ അലീന പോകും, പിന്നെ ഈ ഭൂതം ആ കുടത്തിനുള്ളിലേക്ക് കയറില്ല, ആ ഭൂതത്തെ അടച്ചു വെക്കാനുള്ള അടപ്പും ഇനി കിട്ടില്ല. അതുകൊണ്ട് ഭൂതം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും, എല്ലാവരെയും വലിച്ചു മുറുക്കും. ഈ ഭൂതമേ ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട്. അതായത് വൈജയെയും വൈജയുടെ ആങ്ങളമാരെയും ഒക്കെ പിടികൂടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാം പുറത്തു വരണ്ടേ, എല്ലാവരെയും പിടിച്ച് കൊടയാൻ തന്നെയാണ് ഈ ഭൂതം തീരുമാനിച്ചിരിക്കുന്നത് ഗോവർദ്ധ എന്നിങ്ങനെ പറയുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഇവിടെ ബാലേന്ദ്രൻ. ആ ഒരു ചിരി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനും പേടിച്ച് നിൽക്കുക. അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും അലീനെയൊക്കെ കണക്കി ഇവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രോഹിത് പറയുകയാണിത് എന്താണിത്, പാലാരി വട്ടത്താണ് വീടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എറണാകുളം കുറേ ആ വഴി ഈ വഴിയൊക്കെ ചുറ്റുന്നുണ്ടല്ലോ, ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? രോഹിത് ഇത് അടുക്കാറായെന്നേ, ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറയാണ്. ഓ എൻ്റെ ദൈവമേ, ദേ ആ ഗേറ്റ് കാണുന്നുണ്ടോ, അവിടെ കുറേ ഗേറ്റ് ഉണ്ടല്ലോ, അതിലേത് ഗേറ്റാ? ആ വലിയൊരു ഗേറ്റ്, ആ ഗേറ്റിലോട്ട് അങ്ങോട്ട് കയറ്റിക്കോ എന്ന് പറയാണ്. അങ്ങനെ ആ ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടി ഗേറ്റിനുള്ളിലേക്ക് കയറ്റിക്കുക. ആ വീട് കണ്ട് എല്ലാവരും മന്ദിച്ച് നോക്കി നിൽക്കുകയാണോ, ഇതാണോ രേവതിക്കുട്ടി താമസിക്കുന്ന വീട് എന്ന് ചോദിക്കണം. അതെ, ഇത് തന്നെയാണ് രേവതിക്കുട്ടി താമസിക്കുന്ന വീട്. അപ്പോഴേക്കും ബബിത പറയാ, എൻ്റെ ദൈവമേ, വെറുതെ അല്ല അലീന ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താടി അങ്ങനെ പറഞ്ഞത്? അല്ല, ഇവിടത്തെ മുറ്റം എപ്പടിച്ചു തീരാനാ, അത്രയും വലിയ മുറ്റമല്ലേ, അയ്യോ നല്ല കണ്ടുപിടുത്തമാണല്ലോടി, വാ 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 വണ്ടിയിൽ നിന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ രോഹിത് മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പം അലീന, ഇതെന്താ രോഹിതേ, ഇതെന്താ ഇറങ്ങാത്തത്? ഇറങ്ങ്. അതല്ലേ ചേച്ചി, എൻ്റെ കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ അറിയാലോ, അതിൻ്റേതായ ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഷൈ ആയിട്ട് നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി എൻ്റെ രോഹിത്തെ എന്ന് അലീന പറയാ. രോഹിത് കൃഷ്ണമ്മനോട് പറയണമെന്ന് അങ്ങോട്ട് മാറിക്കാവോ, എനിക്കൊന്ന് ഇറങ്ങാനോ? ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിത് ഇറങ്ങാണ്. അപ്പം അതേ നമ്മുടെ മാമച്ചായനും അതേപോലെ ഗ്രേസം ആൻറ്റിയൊക്കെ ഓടി വരികയാണ്. ആഹാ, നിങ്ങളെല്ലാവരും വന്നല്ലോ മക്കളെ, സന്തോഷമായി. അപ്പോൾ രോഹിത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താണ് അങ്ങോട്ട് മാറി നിൽക്കുന്നത്, വാ അകത്തേക്ക് കയറി വാ. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കണം, എവിടെ രേവതിക്കുട്ടി, എവിടെ പിണക്കത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ പിണങ്ങിയേ മാറി നിൽക്കുക, നിങ്ങളുടെ മുന്നിൽ മുഖം കാണിക്കില്ലെന്ന് വാശിയാ രേവതിക്കുട്ടിക്ക്. അടുക്കളയിലെ ഡൈനിങ് ടേബിളിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാകും, പോയി നോക്കിക്കോ. ശരിയെന്നാ, ഞാൻ രേവതിക്കുട്ടിയുടെ പിണക്കൊന്ന് മാറ്റിയിട്ട് വരട്ടെട്ടാ. ശരി ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീന വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കാം. അപ്പോൾ അലീന വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് ദേഷ്യം കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന ഇവിടെ പോയി രേവതിക്കുട്ടി, അയ്യോടാ ഇവിടെ ഒരു മിണ്ടാപ്പൂച്ച നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ആ മിണ്ടാപ്പൂച്ച എവിടെ? ദാടാ കണ്ടുപിടിച്ചു. അയ്യോടാ എൻ്റെ രേവതിക്കുട്ടിക്ക് ഇത് എന്താ പറ്റി? വേണ്ട, എന്നോട് മിണ്ടണ്ട. അതെന്താണാവോ മിണ്ടാൻ പറ്റാത്തത്? വരുന്ന കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഷോടാ, അതാണോ കാര്യം? ദേ ഞാൻ ഗ്രേസം ആൻറ്റിയെയും മാമച്ചങ്കാളെയും വിളിച്ച് പറഞ്ഞില്ലേ, അവർ നിന്നോട് പറയുമെന്നറിയില്ല, അവരെയാണോ വിളിച്ച് പറയേണ്ടത്? അല്ലേ? അല്ല, എന്നോട് വിളിച്ച് പറയേണ്ടത്. എടി പൊട്ടി, അവരെയാണ് വിളിച്ച് പറയേണ്ടത്. ഞാൻ വഴിയിൽ വെച്ച് നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ, അതാണോ വേണ്ടത്? എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്? ഈ ഗ്രേസമ്മയ്ക്ക് എപ്പോഴാണ് ഉണ്ടായത്? ഞാനല്ലേ ഉണ്ടായത്? അത് ശരിയാണ്, നീയാണ് ആദ്യം ഉണ്ടായത്, അതെനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ, അപ്പം എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്? ഒന്ന് ക്ഷമിച്ചിരുന്നേ, ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം. ഇവിടെ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ എനിക്ക് ഇങ്ങോട്ട് എല്ലാവരെയും കൂട്ടി വരാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗ്രേസം ആൻറ്റിക്ക് അങ്കിൾക്ക് എന്തെങ്കിലും അസുഖമാണോ, അതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ ശരി തന്നെയാ. അപ്പം ഞാൻ ആരെയാണ് വിളിച്ച് ചോദിക്കേണ്ടത്? എന്നെ. ഒറ്റ കുത്ത് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ, നിന്നെയാണോ വിളിച്ച് ഞാൻ ചോദിക്കേണ്ടത്? എന്നെയാണ് വിളിച്ച് ചോദിക്കേണ്ടത്. അതെ, ഇവിടത്തെ യജമാനത്തി ആരാണ്? അത് ഞാനാണ്. ഒറ്റ കുത്ത് ഞാൻ തരുണ്ടല്ലോ. അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. എല്ലാ അധികാരങ്ങളും സ്ഥാപിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എല്ലാ അധികാരങ്ങളും സ്ഥാപിക്കാൻ തന്നെയാ. അവരേതായാലും നിന്നോട് ചോദിച്ചില്ലേ, സത്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, അവരെന്നോട് ചോദിക്കും. അതെന്തുകൊണ്ടാ? നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പം നമ്മൾ കൂടുതൽ അധികാരങ്ങൾ കാണിക്കാൻ നിൽക്കരുത്, അത് വളരെ മോശമായ കാര്യമാണ്. ഇനി സംസാരമൊക്കെ നിർത്ത്. എൻ്റെ കൂടപ്പറപ്പങ്ങൾ വന്നിട്ടുണ്ട്. ഈ കൂടപ്പറപ്പങ്ങളൊക്കെ എപ്പോഴാണാവോ ഉണ്ടായത്?
പണ്ടേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും നീ തന്നെയാടി എൻ്റെ വലം കൈ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവാം. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് പുറത്ത് തന്നെ നിൽക്കുക. അപ്പം അമ്മച്ച ചോദിക്കുകയാണ്, ഇത് എന്താണ് മാഷേ ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് കയറി വാ, ഇവിടെ നിൽക്കുമ്പോഴേ ഇടിച്ചും തിങ്ങിയൊക്കെ നിൽക്കണം, അതാണ് ഇവിടുത്തെ അതിൻ്റെതായ ഒരു രീതി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.